നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത ഫിഫ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ ഇന്ത്യയിലേക്ക് വരികയാണല്ലോ. ഒക്ടോബർ 3 ഇന്ത്യയുമായിട്ട് കൊൽക്കത്തയിൽ മത്സരം ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പ്രോപ്പർ ചാനലിലൂടെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പഴയ പോലെയല്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ 2 സെപ്പറേറ്റ് ഇന്റർനാഷണൽ ബ്രേക്ക് ഉണ്ടായിരുന്നത് ചേർത്ത് ഒറ്റ ബ്രേക്കാക്കി. പകരം നേരത്തെ 2 കളി അങ്ങനെ 2 ബ്രേക്ക് കളിക്കാമായിരുന്നത് ഇപ്പോൾ ഒറ്റ ബ്രേക്കിൽ തന്നെ ഒരു വലിയ മെഗാ ബ്രേക്കാക്കി മാറ്റി 4 മത്സരങ്ങൾ വരെ ടീമിന് കളിക്കാം. അതുപോലെ ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം നവംബറിൽ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ടാവും, 2 കളികൾ. ഇപ്പോൾ ബ്രസീൽ നവംബറിൽ സിംഗപ്പൂരിലാണ് കളിക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ ബ്രേക്കിൽ ആദ്യം ഓസ്ട്രേലിയയിൽ പോയിട്ട് 2 കളി കളിക്കും. ദെൻ ഇന്ത്യയിലേക്ക് വരും. ഇവിടെ കൊൽക്കത്തയിൽ ഒരു കളി ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കളി കൂടി അവർ റിക്വസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഏതായാലും ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവരിപ്പോൾ ഓൾറെഡി സ്റ്റേഡിയങ്ങൾ പരിശോധിച്ചു. അങ്ങനെ കൊൽക്കത്തയിലെത്തിയ സമയത്ത് കൊൽക്കത്തയിലെ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ആശങ്കകളുണ്ട്, മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ അവർ നൽകിയിരിക്കുന്നു എന്ന വാർത്ത കൊടുക്കുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ്. അപ്പോൾ ബ്രസീലിൽ നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്കറിയാലോ, ഇന്ത്യ വേഴ്സസ് ബ്രസീൽ മത്സരം നടക്കുമെന്ന് ആദ്യമേ പറഞ്ഞത് ബ്രസീലിയൻ മാധ്യമങ്ങളാണ്. അപ്പോഴും ഇവിടെ ആശിഷ് നേഗിയെ പോലുള്ളവർ അങ്ങനെ കളി നടക്കില്ല, ബ്രസീൽ വന്നാലും ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമായിരിക്കും എതിരാളി എന്നൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ബ്രസീലിൽ നിന്ന് പറഞ്ഞതാണ് അപ്പോൾ ശരിയായി മാറിയത്. അപ്പോൾ നമ്മൾ ബ്രസീലിയൻ സോഴ്സിനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, CBF ഡിമാൻഡ്സ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു സ്റ്റേഡിയം ഇൻ ഇന്ത്യ ബിഫോർ നാഷണൽ ടീം ഫ്രണ്ട്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്ലോബോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പം ഇവിടെ സ്റ്റേഡിയം ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. CBFൻ്റെ ഡെലിഗേഷൻ ഇനി അവർക്ക് കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസിലും പോയി ഇൻസ്പെക്ഷൻ നടത്തി. ഓസ്ട്രേലിയ, ഇന്ത്യ, സിംഗപ്പൂർ ഇവിടെ എല്ലായിടത്തും പോയി അവർ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ കൊൽക്കത്തയിൽ ഒക്ടോബർ 3 ഫ്രണ്ട്ലി മത്സരം നടക്കേണ്ട സ്റ്റേഡിയത്തിൻ്റെ കണ്ടീഷനിൽ അവർ കൺസേൺഡ് ആണ്, അവർക്ക് ചെറിയ ആശങ്കകളുണ്ട്. ഈ എൻറ്റിറ്റി ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് നടത്തണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പിച്ചും 2 ലോക്കർ റൂംസും ഇമ്മീഡിയറ്റ്ലി ഇംപ്രൂവ് ചെയ്തിരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പിച്ചിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണമെന്ന് അറിയിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ 15 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. CBF ഒരു സെക്കൻഡ് ഫ്രണ്ട്ലി ഇന്ത്യയിൽ ഒക്ടോബർ 6 കളിക്കാൻ പറ്റുമോ എന്ന കാര്യം ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നു. അതാണ് നമ്മുടെ പല മാധ്യമങ്ങളും കൊച്ചിയിലേക്ക് വരുന്നു ബ്രസീൽ എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ തന്നുകൊണ്ടിരുന്നത്. അതെന്താവും എന്നുള്ളത് കണ്ടറിയണം. ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും അവർ ഇന്ത്യയിൽ വന്ന പോലെ തന്നെ അവിടെ 2 സ്ഥലങ്ങളിലും പോയി പരിശോധിച്ചപ്പോൾ കണ്ടീഷൻസ് വെയർ അപ്രൂവ്ഡ്. അവിടുത്തെ കണ്ടീഷനിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്, അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും CBF ഇപ്പോൾ നവംബറിൽ സിംഗപ്പൂരിൽ വെച്ചിട്ട് സിംഗപ്പൂർ, ജപ്പാൻ, പരാഗ്വേ ഈ 3 ടീമുകൾ തമ്മിൽ ഉള്ള ഒരു ടൂർണമെൻറ്റ്, അതിൻ്റെ നെഗോസിയേഷൻസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.